വേൾഡ് ചാമ്പ്യൻ സെത്ത് റോളൻസ് ടീമിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്, അതായത് വിഷൻ ടീമിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് രണ്ട് കാര്യം. ഒന്ന്, നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡ് സമയത്തിൽ വ്യത്യാസമുണ്ട്. രണ്ട്, ഇന്നത്തെ റോ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം. ഇന്നത്തെ റോ എപ്പിസോഡ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരേക്കും നല്ല ഷോ ആയിട്ടാണ് പോയത്. അതും സ്റ്റാർട്ടിങ് സെഗ്മെന്റും മെയിൻ ഇവന്റും മാച്ചും എല്ലാം വേറെ ലെവലായിട്ടുണ്ട്. അതിലും ക്ലൈമാക്സിൽ റോമനൊക്കെ വന്നുകൊണ്ട് റോ എപ്പിസോഡ് സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിന്റെ സമയം ഭയങ്കരമായിട്ടും ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് 5:30-ക്കല്ല, അതിനേക്കാൾ മുൻപ് റോ എപ്പിസോഡ് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യും. അതായത് നമ്മൾക്ക് ഇവിടെ 12:30-നാണ് റോ എപ്പിസോഡ് കാണാൻ സാധിക്കുക. ലോജിക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച പുലർച്ചെ 12:30-നാണ് റോ എപ്പിസോഡ് ലൈവായിട്ട് നമ്മൾക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കുക. നമ്മുടെ ഇവിടെ സാധാരണ പറയുന്ന ഭാഷയിൽ നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച രാത്രി 12:30-ന്. അപ്പം മറക്കാതെ ആ സമയത്ത് കാണുക. അപ്പോഴാണ് റോ എപ്പിസോഡ് ലൈവ്. അതായത് 5:30-ക്കല്ല, അതിനേക്കാൾ മുൻപ് 12:30-നാണ് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡ് ലൈവ്. സ്പെഷ്യൽ ടൈമാണ്. ഇനി വിഷൻ ടീമിന്റെ സെഗ്മെന്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, പോൾ ഹേമൻ എപ്പോഴത്തെയും പോലെ ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ ഇവരെ പറ്റി തന്നെയാണ് പറയുന്നത്. അതായത് ഇവരാണ് ഫ്യൂച്ചർ, റസൽമേനിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ. പിന്നീട് സെത്ത് റോളൻസ് സംസാരിക്കാൻ തുടങ്ങിയ സമയത്താണെങ്കിൽ ജെയ്സോടെ തീം മ്യൂസിക് പ്ലേ ആയി. ജെയ്സോടെ വന്ന സമയത്ത് ഇവർക്ക് ഭയങ്കരമായി സ്പാർക്ക് വരും. അതായത് സെത്ത് പറയുന്നുണ്ട് ഇന്ന് ജെയ്സോക്ക് ബ്രോൺ ബ്രേക്കറുമായിട്ട് മാച്ച് ഉണ്ട്, അതുപോലെ ബ്രോൺ ബ്രേക്കർ ആണ് മിസ്റ്റർ റസൽമേനിയ ഈ ഒരു ടൈപ്പിലൊക്കെ. അപ്പൊ ജെയ്സോ പറയുന്നത് ഇങ്ങനെ റസൽമേനിയ എന്നൊക്കെ പറഞ്ഞ അവൻ മര്യാദയ്ക്ക് ഒരു മാച്ച് ജയിച്ചിട്ടുണ്ടോ റസൽമേനിയയിൽ? ഞാൻ കഴിഞ്ഞ റസൽമേനിയയിൽ ഗന്ധറിനെ ടാപ്പ് ഔട്ട് ചെയ്ത് തോൽപ്പിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെയ്സോയും സംസാരിക്കും. പിന്നീട് സെത്ത് റോളൻസ് അങ്ങനെ തന്നെ തിരിഞ്ഞ് ബ്രോൺ ബ്രേക്കറിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അതായത് നിന്നേക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് ജെയ്സോ, അവൻ പലതും നിന്നേക്കാൾ മുൻപ് തന്നെ തെളിയിച്ചു, എന്നാൽ നിനക്ക് അവൻ്റെ അത്രയ്ക്കൊന്നും യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. അതായത് നൈസായിട്ട് മോട്ടിവേഷൻ കൊടുക്കാനാണ് സെത്ത് നോക്കുന്നത്. പിന്നീട് ഈ ഒരു സ്പാർക്ക് ഇങ്ങനെ പോയി അവസാനം ഇവർക്ക് തമ്മിലുള്ള ഇന്നത്തെ മെയിൻ ഇവന്റ് മാച്ചിന്റെ റൂൾസ് മൊത്തത്തിൽ പോൾ ഹേമൻ മാറ്റും. അതായത് ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആയിരിക്കും. ആർക്ക് വേണമെങ്കിലും ചെയർ, ടേബിള് എന്ത് വേണമെങ്കിലും എടുത്തു വെച്ച് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ ജെയ്സോ അതൊരു എക്സ്ട്രീം റൂൾസ് മാച്ചാക്കി മാറ്റി ഈ ഒരു സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു. അപ്പം മെയിൻ ഇവന്റ് ആയിട്ട് എക്സ്ട്രീം റൂൾസ് മാച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. നല്ല സെഗ്മെന്റ് ആയിരുന്നു. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ഇയോ സ്കൈ, ആസ്ക, കൈരി സെയിൻ ഇവർ സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യത്തിൽ ആസ്ക സോറി പറയുന്നതൊക്കെ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് ഇയോ സ്കൈ വേഴ്സസ് റെക്കൽ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചിന്റെ അവസാനത്തിൽ റോക്സൻ പെരസ് ചീറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ഇയോ സ്കൈ ആണ് റെക്കലിന് മൂൺസോൾട്ട് എല്ലാം കൊടുത്തുകൊണ്ട് മാച്ച് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ഇവർ ഇയോ സ്കൈനെ അറ്റാക്ക് ചെയ്തപ്പോൾ ആസ്ക ടീം വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ റിയ റിപ്ലിയാണ് വന്ന് ഇയോ സ്കൈനെ സേവ് ചെയ്തത്. പിന്നീട് CM പങ്ക്, LA നൈറ്റ് ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ CM പങ്കിനോട് LA നൈറ്റ് പറയുന്നത് അനാവശ്യമായിട്ട് എൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട. ക്ലാഷ് ഇൻ പാരീസിൽ നടക്കാൻ പോകുന്ന ഫാറ്റൽ 4-way മാച്ചിൽ നിങ്ങൾ ആരുമൊന്നുമല്ല വിൻ ചെയ്യാൻ പോകുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് LA നൈറ്റ് ഈ സെഗ്മെന്റിൽ സംസാരിക്കുന്നുണ്ട്. പിന്നീട് റിയ റിപ്ലി, ഇയോ സ്കൈ, കൈരി സെയിൻ, ആസ്ക ഇവരെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ കാണിച്ചു. അപ്പോൾ ആസ്കയ്ക്ക് റിയ റിപ്ലി വന്നുകൊണ്ട് കൈരി സെയിനെ ഇയോ സ്കൈനെ സേവ് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു ടൈപ്പിലാണ് ഈ സെഗ്മെന്റ് കാണിച്ചു വെച്ചത്. അടുത്ത മാച്ച് പെൻഡ വേഴ്സസ് സേവിയർ വുഡ്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചിന്റെ അവസാനത്തിൽ പെൻഡ സേവിയർ വുഡ്സിന് പെൻഡ ഡ്രൈവർ ഫിനിഷർ കൊടുത്തുവെങ്കിലും പിൻ ചെയ്ത സമയത്ത് കോഫി കിസ്റ്റൻ ഇടപെട്ട് അത് ഒഴിവാക്കി വിടുന്നതായിട്ട് കാണിച്ചു. അതായത് റോപ്പിലേക്ക് കാലെല്ലാം എടുത്തു വെച്ച് കൊടുത്തുകൊണ്ട്. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ മറ്റൊരവസരം കിട്ടിയ സമയത്ത് പെൻഡ മെക്സിക്കൻ ഡിസ്ട്രോയർ ഫിനിഷർ ചെയ്തുകൊണ്ട് സേവിയർ വുഡ്സിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ പെൻഡയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. നെക്സ്റ്റ് വീക്ക് കോഫി കിസ്റ്റനുമായിട്ട് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് പെൻഡയ്ക്ക്. അടുത്ത മാച്ച് ടാഗ് ടീം ചാമ്പ്യൻസായ ഫിൻ ബാലർ ആൻഡ് JD മെക്ഡാനിക് വേഴ്സസ് ഡ്രാഗൺ ലീ, ത്രിബ്ലാക്ക് കമ്പനിയിലെ റെസ്ലറായ മിസ്റ്റർ ഇഗ്വാന ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടന്നിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ഡ്രാഗൺ ലീനെ ഡൊമിനിക് മിസ്റ്റീരിയോ തട്ടിയിടുന്നതായിട്ടും ശേഷം ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഫിൻ ബാലർ അങ്ങനെ തന്നെ ഫിനിഷറൊക്കെ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഫിൻ ബാലർ, JD മെക്കാനിക് ഇവരാണ് വിൻ ചെയ്തത് ഡൊമിനിക്കിന്റെ സഹായത്തോട് കൂടിയിട്ട്. പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഡ്രാഗൺ ലീ ടീമിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് AJ സ്റ്റൈൽസ് വരും എന്നാണ് വിചാരിച്ചത്.
പക്ഷേ അനൗൺസ് ടേബിൾ എല്ലാം ഡൊമിനിക് മിസ്റ്റീരിയോ സെറ്റാക്കുന്ന സമയത്ത് അവിടെ വന്നത് മറ്റൊരു റെസ്ലറാണ്. AAA മെഗാ ചാമ്പ്യനായ വൈക്കിംഗോ എന്ന റെസ്ലറാണ് അവിടെ വന്നുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോനെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സെഗ്മെന്റ് എന്ന് വെച്ചാൽ റോ കണ്ട നിങ്ങൾക്കറിയാം, ഇവർക്ക് തമ്മിലുള്ള മാച്ച് വേൾഡ് കൊളൈഡ് പേപ്പർവ്യൂവിൽ കൺഫേം ചെയ്തിട്ടുണ്ട് AAA നടത്താൻ പോകുന്ന ഷോയിൽ. അപ്പോൾ അത് സെപ്റ്റംബർ 12-ാം തീയതിയാണ് നടക്കുക. സ്മാക്ക് ഡൗൺ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ഷോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഇവർക്ക് മെഗാ ചാമ്പ്യൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതുവരേക്കും ചിലപ്പോൾ AJ സ്റ്റൈൽസുമായിട്ടുള്ള പ്ലാൻ ഇവർ ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇന്ന് AJ സ്റ്റൈൽസ് ഒന്നും വരാതിരുന്നത്. അതിനുശേഷം വുമൺസ് ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് IC ചാമ്പ്യൻ ബെക്കി ലഞ്ച് വേഴ്സസ് നറ്റാലിയ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ചിന്റെ അവസാനത്തിൽ ബെക്കി ലഞ്ച് തന്നെയാണ് ഈ മാച്ച് വിൻ ചെയ്തത്. പിന്നീട് എപ്പോഴത്തെയും പോലെ അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. ആ സമയത്ത് നിക്കി ബെല്ല വന്നുകൊണ്ട് ബെക്കി ലഞ്ചിനെ അറ്റാക്ക് ചെയ്ത് ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഷെയ്മസിന്റെ ഇന്റർവ്യൂ എടുക്കാൻ നോക്കുന്ന സമയത്ത് റുസേവ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ശേഷം ആഡം പിയേഴ്സും ടീമും ഇടപെട്ടുകൊണ്ട് ആഡം പിയേഴ്സ് അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു. അതായത് ക്ലാഷ് ഇൻ പാരീസിൽ നിങ്ങൾക്കൊരു സിംഗിൾസ് മാച്ച് വയ്ക്കാം, അതും സാധാരണ മാച്ചല്ല, ഈ ഗ്രൂപ്പ് മാച്ചാണ് അവിടെ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. എന്തായാലും നമ്മൾ കാത്തിരുന്ന മാച്ച് തന്നെയാണ്. സമ്മർ സ്ലാമിൽ ഇവർക്ക് മാച്ച് കിട്ടും എന്നാണ് വിചാരിച്ചത്, പക്ഷേ ക്ലാഷ് ഇൻ പാരീസിലാണ് കിട്ടിയത്. വളരെയധികം സന്തോഷം. പിന്നീട് CM പങ്ക് ജയ് ഉസോനെ കണ്ട് ഒരു സെഗ്മെന്റ് നടന്നു. അപ്പോൾ അതിൽ ജയ് ഉസോയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാം എന്ന ടൈപ്പിലാണ് CM പങ്ക് പറഞ്ഞത്. പക്ഷെ ജയ് ഉസോ അതെല്ലാം തനിയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാഷ് ഇൻ പാരീസിന്റെ പ്ലാനുമായി മുന്നോട്ട് പോകാനായിട്ടെല്ലാം ആവശ്യപ്പെട്ടു. ശേഷം ഇവർ കൈ കൊടുത്ത് ഒന്നിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിച്ചു. അടുത്തത് വുമൺസ് വേൾഡ് ചാമ്പ്യൻ നയോമിയുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, നയോമി പ്രഗ്നന്റ് ആയതുകൊണ്ട് ഇനി ചാമ്പ്യൻഷിപ്പുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻഷിപ്പ് റിലിങ്ക്വിഷ് ചെയ്ത് പോകുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് തൻ്റെ ബേബിയെല്ലാം വന്നതിന് ശേഷം താൻ ഇവിടെ തിരികെ വരുമെന്നും അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് താൻ തിരിച്ചെടുക്കും എന്നാണ് നയോമി ഈ സെഗ്മെന്റിൽ സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ടായിരുന്നു ഇന്ന് ഈ സെഗ്മെന്റ് കണ്ട സമയത്ത്. പക്ഷെ അവർക്ക് പ്രഗ്നന്റ് ആയതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല ചാമ്പ്യൻഷിപ്പ് തിരിച്ചു കൊടുക്കാതെ. അതുപോലെ ബേബി ഉത്സവ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഫാൻസ് വേറെ ലെവലായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റുടെ ടീം ഡൊമിനിക് മിസ്റ്റീരിയോ എവിടെയാണ് എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നതായിട്ടും, അതേസമയം ഡൊമിനിക് എൽ ഗ്രാൻഡ് അമേരിക്കനോട് സംസാരിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ലൂഡ്വിഗ് കൈസറിനോട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്ന ടൈപ്പിലൊക്കെ ഫിൻ ബാലർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ഫിൻ ബാലർ ചെയ്യുന്ന പ്ലാനും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഇവർ ഫോളോ ചെയ്യാത്തത് പോലെ, പ്രത്യേകിച്ച് ഡൊമിനിക്. അത് കണ്ട് ഫിൻ ബാലറിന് ഉള്ളിൽ അത്ര ഇഷ്ടമില്ലാത്തത് പോലെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് നാളായിട്ടുണ്ട് ഇതുപോലെ സെഗ്മെന്റ് എല്ലാം കാണിക്കുന്നത്. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവന്റ് മാച്ച് നടന്നു. ജയ് ഉസോ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ, ഇവർക്ക് തമ്മിലുള്ള എക്സ്ട്രീം റൂൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിരുന്നു. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. അതുപോലെ ചെയർ ടേബിൾ എല്ലാം വെച്ചുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടും മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിന്റെ ക്ലൈമാക്സ് ആണ് നിന്ന് കത്തിയത്. ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അതായത് മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് ജെയ്സോ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത്, അതായത് സ്പിയറൊക്കെ ചെയ്ത് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ബ്രോൺസൺ റീഡ് വന്നുകൊണ്ട് ആ ഒരു പിന്നെല്ലാം ഒഴിവാക്കി വിട്ട് ജെയ്സോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആയതുകൊണ്ട് തന്നെ എന്തും ചെയ്യാമല്ലോ ആ ഒരു കണക്കെടുത്തുകൊണ്ട്. പിന്നീട് അവിടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് LA Knight ആണ് വന്നത്. LA Knight വന്നവരെ അറ്റാക്ക് ചെയ്തു എങ്കിലും LA Knightന് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ശേഷം സെത്തൊക്കെ സഹായിച്ച് ബ്രോൺ ബ്രേക്കറെ വിൻ ചെയ്യിപ്പിക്കാൻ നോക്കിയപ്പോൾ അവിടെ CM പങ്ക് വന്നു. CM പങ്കും വന്നുകൊണ്ട് ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. ശേഷം CM പങ്കിനും കിട്ടി. അങ്ങനെ ഈ മാച്ച് ബ്രോൺ ബ്രേക്കർ വിൻ ചെയ്തു എന്ന് ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. നമ്മുടെ ട്രൈബൽ ചീഫ് റോമൻ റെയിൻസ് അവിടെ വന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കറിന് ഒരു വേറെ ലെവൽ സ്പിയറും, അതുപോലെ ബ്രോൺസൺ റീഡിനെ ഒരു സൂപ്പർമാൻ പഞ്ചും പിന്നെ സെത്ത് റോലൻസിനെയും പിടിച്ച് അറ്റാക്ക് ചെയ്തു റോമൻ റെയിൻസ്. അതിനുശേഷം ബ്രോൺസൺ റീഡിനെ റിങ്ങിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ജെയ്സോനെ കൊണ്ട് ടേബിളിന്റെ മുകളിലിട്ട് ഫിനിഷർ ചെയ്യിപ്പിച്ച് ജെയ്സോയാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് അടിപൊളിയായിട്ടാണ് തോന്നിയത്. ഈ ഒരു സെഗ്മെന്റ് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ റോ എപ്പിസോഡിൽ റോമൻ വരുമെന്ന് WWE ഒഫീഷ്യലായി തന്നെ പറഞ്ഞിരുന്നു, അതായത് അവരുടെ അവിടെ ഷോ പരസ്യം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ സെഗ്മെന്റ് അടിപൊളിയായിട്ടാണ് തോന്നിയത്. റോമന്റെ റിട്ടേണും എല്ലാം കൊണ്ടും ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളിയായിട്ടുണ്ട്.
ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിന്റെ സമയം മറക്കണ്ട, ചൊവ്വാഴ്ച പുലർച്ചെ 12:30. റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.